വളരെ എളുപ്പത്തിലൊരു സോസേജ് കറി ഉണ്ടാക്കാം. പിന്നെ കുട്ടികൾ വിശക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഞാൻ എപ്പോഴും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ചിക്കൻ കറിക്ക് ഉണ്ടാക്കുന്ന പോലെ ഉള്ളി വരട്ടിയിട്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് തക്കാളി ഇട്ട് ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് എന്നിട്ട് ഇതുപോലത്തെ തിക്കായിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കി നന്നായിട്ട് വഴറ്റുക. ആ പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ട്. പിന്നെ മുളക് പൊടി ഇടുക, മഞ്ഞൾപ്പൊടി ഇത്രയും ഇടുക. അതിൽ ഗ്രേവി അത്രയും തിക്കായിട്ട് നന്നായിട്ട് പച്ചമണമൊക്കെ മാറി ഇത്രയും വെള്ളം ആക്കി എടുക്കുക കറി. കാരണം ഇച്ചിരി കുബൂസിനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി കറി വേണമല്ലോ. തിക്കായാൽ പിന്നെ കുബൂസിനൊക്കെ കൂട്ടാൻ ഇച്ചിരി പാടാം. അപ്പോൾ ഇതുപോലെ ഇച്ചിരി വെള്ളമാക്കി എടുക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇടുക. പിന്നെ ഇടുക നന്നായിട്ട് തിളച്ച് വരുന്ന ഈ ഗ്രേവിക്ക് കുനുകുനാന്ന് മുറിച്ച് വെച്ച ഈ സോസേജ്. ഞാൻ ക്രോസ് ആയിട്ടാണ് സോസേജ് മുറിക്കാറ്. ചിലവരൊക്കെ റൗണ്ട് ഷേപ്പിലായിട്ട് മുറിക്കും. ഞാൻ ഇങ്ങനെ ക്രോസ് ആയിട്ട് മുറിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ സോസേജ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് ഇങ്ങനെ വേവാൻ മൂടിയിട്ട് വേവാൻ വയ്ക്കുക. 10 മിനിറ്റ് മതി. അത്രയും ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. അടിപൊളിയായിട്ടുള്ളൊരു സോസേജ് കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ദുബായിലൊക്കെ മെയിനായിട്ട് ഒരു കറി എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട കറി മക്കൾക്കൊക്കെ സോസേജ് കറിയാണ്. ഏതാണെന്ന് ചോദിച്ചാൽ സോസേജ് കറിയാണെന്ന് പറയും. അപ്പോൾ അത് തിന്നാനും നല്ല ടേസ്റ്റാണ്. പക്ഷെ നാട്ടിൽ അത്ര കാര്യമായിട്ട് ഇതൊന്നും ഉണ്ടാക്കാറില്ല. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കേ, ഇങ്ങനെ നമ്മൾ സോസേജ് കറി റെഡിയായി. നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇച്ചിരി വേണമെങ്കിൽ എന്താ പറയുക, മല്ലിയില ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം. ഇവിടെ ആർക്കും മല്ലിയില ഇഷ്ടമല്ല മക്കൾക്കൊന്നും. അപ്പോൾ ഞാൻ കൂടുതലൊന്നും ഇടാറില്ല. ഇച്ചിരി ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു പൊടി. അപ്പോൾ ഇന്ന് സോസേജ് കറിയാണ് ഉണ്ടാക്കിയത്.